ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. ഈവനിങ് സ്നാക്സായിട്ട് ഉപയോഗിക്കാം. മക്കൾക്ക് സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സവാള, മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിടുക. അതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കാബേജിൻ്റെ പീസ്, കാബേജ് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇടുക. ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ടു, ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ. അതുപോലെ ഒരു തണ്ട് കറിവേപ്പില, അത് ചെറുതാക്കി മുറിച്ചിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം മക്കളല്ലെങ്കിൽ അത് എടുത്ത് കളയും. അതിൽ നിന്ന് ശേഷം ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, അതും ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുക. ചെറിയ പീസ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ അതിന് വേണ്ടിയിട്ട് 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഞാൻ. ആ 4 ബ്രെഡ് ചെറുതാക്കി കഷ്ണങ്ങളായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു, പോരാന്ന് തോന്നി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതിനെ നല്ലോണം മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച സവാളയും ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില, കാബേജ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയുടെ മഞ്ഞ നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കുമ്പോൾ മഞ്ഞ പൊട്ടാതെ മാറ്റി വയ്ക്കണം. ഞാൻ എടുത്തതിൽ ഒരെണ്ണം പൊട്ടിയില്ല, 2 എണ്ണം ബാക്കി മഞ്ഞ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് മഞ്ഞ പൊട്ടാതെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് ശേഷം ആ മുട്ടയുടെ വെള്ളയെ ഈ മിക്സിലേക്ക്, ബ്രെഡും സവാളയും എല്ലാം കൂടെ ചേർത്ത് വെച്ച മിക്സിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ആ മിക്സിലേക്ക് ആവശ്യമായ ഉപ്പ്, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിട്ട് നല്ലപോലെ അതിനെ സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ മിക്സ് ചെയ്യുക. ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുക. അപ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി ആവശ്യമില്ല. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ എടുത്ത് 3 സ്പൂണ് വീതം ഇട്ട് ഞാൻ ചെറുതാക്കി പരത്തി എടുക്കുന്നുണ്ട്. ഈ മിക്സ് 3 സ്പൂണ് മിക്സ് പാനിലേക്ക് ഇട്ട് പരത്തി എടുക്കുന്നുണ്ട്. ഒരു 3 എണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ എടുത്ത് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കുറച്ച് ചില്ലി ഫ്ലെക്സും കുരുമുളക് പൊടിയും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് നോക്കുക. തുറന്ന് അതിനെ ഒന്ന് ലൈറ്റായിട്ട് വന്നതിന് ശേഷം അതിനെ ഒന്ന് മറിച്ചിട്ടാൽ എത്രയും പെട്ടെന്ന് എളുപ്പമായിട്ടത് കുക്കായി കിട്ടും. നമ്മൾക്ക് മറിച്ചിടേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ അല്ലാതെ തന്നെയും കഴിക്കാം. ഹാഫ് ബോയിലായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ വേണ്ട എന്നുള്ളവർക്ക് മറിച്ചിട്ടിട്ട് 2 സൈഡും വേവിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ, സ്കൂളിലോട്ട് വരുന്ന മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. മക്കൾ വരുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാകും. അവർ എന്തായാലും കഴിച്ചിരിക്കും ഈ ഐറ്റം.